നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. 9 ഓഫ് വാൻഡ്സ്, the moon, queen of cups, 2 of pentacles, the sun, page of wands. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ 9 ഓഫ് വാൻഡ്സ് കാർഡ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തവും ശക്തവുമാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോയിട്ടുണ്ട് എന്നാണ്. പക്ഷേ നിങ്ങൾ തോറ്റു കൊടുത്തിട്ടില്ല. നിങ്ങൾ വിജയത്തിൻ്റെ തൊട്ടടുത്താണ്. ആ കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കും കണ്ണുനീരിനും പിന്നിൽ വലിയൊരു ആത്മധൈര്യമുണ്ട്. പ്രപഞ്ചം നിങ്ങളുടെ ഈ സഹനത്തെ കാണുന്നുണ്ട്. ആ വേദനകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്താണ് നീതി എന്ന ഈ കാർഡ് അടിവരയിടുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് അവരുടെ കർമ്മഫലം തീർച്ചയായും ലഭിക്കും. നിങ്ങൾ ഇനി അത് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഊർജം അവരെ ഓർത്ത് കളയരുത്. കർമ്മ അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തു കൊള്ളും. 9 ഓഫ് വാൻഡ്സ് പറയുന്നത് നിങ്ങളൊരു പോരാളിയാണെന്നാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് മുന്നിൽ തളരാതെ നിവർന്നു നിൽക്കുന്നു. നിങ്ങൾ അർഹിക്കുന്ന നീതിയും സമാധാനവും നിങ്ങളിലേക്ക് വരികയും മറ്റുള്ളവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ സുരക്ഷിതരാണ്. ദ മൂൺ കാർഡ് ടാരറ്റിലെ ഏറ്റവും നിഗൂഢവും ശക്തവുമായ കാർഡുകളിലൊന്നാണ്. 9 ഓഫ് വാൻഡ്സിന് ശേഷം ഈ കാർഡ് വരുന്നത് നിങ്ങളുടെ നിലവിലെ മാനസികാവസ്ഥയെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ ആഴമേറിയ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ കാലത്തുണ്ടായ വിഷമങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സിൽ ചില ഭയങ്ങളും ആശങ്കകളും അവശേഷിക്കുന്നുണ്ടാകാം. രാത്രികാലങ്ങളിൽ ചിന്തകൾ കൂടുന്ന അവസ്ഥയോ അകാരണമായ പേടിയോ ഉണ്ടായേക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ നേരിടാനും അവയെ മറികടക്കാനുമുള്ള സമയമാണിത്. ചന്ദ്രന് മാറ്റങ്ങൾ സ്വാഭാവികമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ വിഷമഘട്ടവും ആശയക്കുഴപ്പങ്ങളും താൽക്കാലികം മാത്രമാണ്. ഇരുണ്ട രാത്രിക്ക് ശേഷം ഒരു പുലരി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. 9 ഓഫ് വാൻഡ്സും ദ മൂൺ കാർഡും ഒരുമിച്ച് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വലിയ പോരാട്ടത്തിന് ശേഷം ഇപ്പോൾ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചില നിഗൂഢതകളോ ഭയങ്ങളോ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചവും ആത്മധൈര്യവും ഉപയോഗിച്ച് ഈ പ്രതിസന്ധിയെയും നിങ്ങൾ മറികടക്കും. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയും നിങ്ങൾക്ക് പൂർണ്ണ മനസമാധാനം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ കണ്ണുനീരിന് കാരണക്കാരായവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നിങ്ങളുടെ അന്തർജ്ഞാനം നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു അപകട സൂചന തോന്നുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുക. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ പൂർണ്ണമായ വ്യക്തത കുറവായിരിക്കാം. എന്നാൽ പതുക്കെ സത്യം എന്താണെന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ കണ്ണുനീരും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ഒരിക്കലും വെറുതെയാകില്ല എന്ന് പ്രപഞ്ചം തെളിയിക്കുന്ന നിമിഷമാണിത്. കർമ്മ അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ ക്യൂൻ ഓഫ് കപ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ ആഴമേറിയതും ഹൃദയസ്പർശിയുമായതുമാണ്. ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ഇനി ആ കണ്ണുനീർ തുടയ്ക്കാം. നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കേണ്ട സമയമായി എന്നാണ്. കർമ്മ അതിൻ്റെ വഴിക്ക് നീതി നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് പ്രകൃതി നൽകുന്ന ഒരു വലിയ ആശ്വാസമാണിത്. പ്രതികാര ചിന്തയോടെയല്ല, മറിച്ച് സഹനത്തിലൂടെയും ഈശ്വര വിശ്വാസത്തിലൂടെയും നിങ്ങൾ കാത്തിരുന്ന നീതിയാണിത്. നിങ്ങളുടെ ആത്മീയമായ കരുത്തും ശുദ്ധമായ മനസ്സുമാണ് നിങ്ങളെ ഈ വിജയത്തിലെത്തിച്ചത്. തെറ്റ് ചെയ്തവർക്ക് അവരുടെ കർമ്മഫലം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് കാലം തെളിയിക്കുകയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ്
ഈ സന്ദർഭത്തിൽ വരുന്നത് വളരെ കൃത്യവും അർത്ഥവത്തുമായ ഒരു സൂചനയാണ്. കർമ്മ അതിൻ്റെ വഴിക്ക് നീതി നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ബാലൻസും മാറ്റത്തെയുമാണ് ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. വീണുപോകാതെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൃത്യമായ ബാലൻസ് നിങ്ങൾക്കിനി ലഭിക്കും. കർമ്മ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി സാഹചര്യങ്ങൾ മാറുകയാണ്. കണ്ണീരിൻ്റെയും വേദനയുടെയും കാലം കഴിഞ്ഞു. ഇനി അനാവശ്യ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം നൽകരുത്. ഭൂതകാലത്തിൻ്റെ ഭാരമില്ലാതെ വരും ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളിലേക്ക് പൂർണ്ണ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ദ സൺ കാർഡ് കൂടി ഇവിടെ തെളിയുമ്പോൾ ഈ റീഡിംഗ് പൂർണ്ണമായും അതിശക്തമായി മാറുകയാണ്. ദ സൺ കാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വൻ വിജയത്തെയും പ്രകാശത്തെയുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തെ സത്യം പ്രപഞ്ചം സൂര്യപ്രകാശം എന്ന പോലെ വ്യക്തമായി എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. അന്ധകാരം നീങ്ങി പ്രകാശം വരുന്നത് പോലെ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കർമ്മഫലം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവും വിജയവും ഇരട്ടിയായി തിരിച്ചു വരും. ഇനി ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല. നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമാണിത്. ഇത്രയും നാൾ അനുഭവിച്ച മാനസിക ഭാരമെല്ലാം മാറി ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പോലെ ശുദ്ധവും സന്തോഷവുമുള്ള ഒന്നായി നിങ്ങളുടെ മനസ്സ് മാറും. ആത്മവിശ്വാസം വർദ്ധിക്കും. ജീവിതത്തിൽ പുതിയൊരു ഊർജവും ഉന്മേഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നിഗൂഢതകളും ശത്രുതകളും ഈ സൂര്യപ്രകാശത്തിൽ ഉരുകിയില്ലാതാകും. പേജ് ഓഫ് വാൻഡ്സ് കാർഡ് എപ്പോഴും ഒരു സന്ദേശവാഹകൻ കൂടിയാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളുടെ കരിയറിലോ വ്യക്തിജീവിതത്തിലോ വലിയ വളർച്ചയ്ക്ക് കാരണമാകുന്ന ചില നല്ല വാർത്തകൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ കാത്തിരുന്ന അവസരമാകാം ഇത്. പ്രപഞ്ചം നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ വേദനകൾക്ക് പ്രപഞ്ചം നൽകിയ ആശ്വാസവും സാന്ത്വനവുമാണിത്. പഴയ കൈപ്പേറിയ അനുഭവങ്ങൾ ഓർത്ത് ഇനി ഒന്നിലും മടിച്ചു നിൽക്കേണ്ടതില്ല. ഇനി ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള പുതിയ അവസരങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. നിങ്ങളുടെ കണ്ണുനീരിന് മുകളിൽ പ്രപഞ്ചം നീതിയുടെ അമൃത് വർഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിപ്പോൾ ശാന്തമാണ്. ആ കരുണയും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോവുക. വിജയം എപ്പോഴും സത്യത്തിനൊപ്പമാണ്. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയാകില്ല എന്ന് മാത്രമല്ല, ആ വേദനകൾക്ക് പകരമായി പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ പോകുന്നത് മനോഹരമായ ഒരു വസന്തകാലമാണ്. നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇനി ഭയമില്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ തലയുയർത്തിപ്പിടിച്ച് ആ സൂര്യപ്രകാശത്തിലേക്ക് നടന്നു നീങ്ങാം. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.